നമസ്കാരമാണോ വേണ്ടത് അതോ ഭൗതിക വിദ്യാഭ്യാസമാണോ വേണ്ടത്? ജോലിയാണോ വേണ്ടത്? പേറുയന്ത്രമായി വീട്ടിലിരിക്കലാണോ ഉത്തമം? ഉസ്താദ് പറയട്ടെ, മതമാണല്ലോ. എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണി തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളുകളുണ്ട്, 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായകുട്ടിയായ പെൺകുട്ടികളെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവ് കിട്ടുമെന്നറിയ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോ നല്ല ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചു, അസൽസ്കരിച്ചു, നിന്നോട് ചോദിക്കും, നിന്റെ മകളോട് ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. കൂലിക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം പെൺകുട്ടികൾ നമസ്കരിച്ച് വീട്ടിലിരുന്നാൽ സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞതുപോലെ എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഡോക്ടർമാരുണ്ടാകുന്നത്? എങ്ങനെയാണ് മുസ്ലിം പെണ്ണിന് ഗൈനക്കി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വനിതാ ഡോക്ടറെ കാണിക്കുന്നത്?